ഒരുപോലത്തെ 3 തയ്ക്കാനുണ്ടെങ്കിൽ ആരെ വെറുതെ വിടത്തില്ല, ഓരോരുത്തർക്കും ഓരോന്നേ കൊടുക്കുന്നതായിരിക്കും. അന്ന് തന്നെ ചേച്ചി ആബ്സെൻ്റ് ആയിരുന്നു, പക്ഷേ വീട്ടിൽ നമ്മൾ പിറ്റേന്ന് വന്നപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ജിമ്മിക്കൊക്കെ ഇട്ട് വന്നിരിക്കുക കേട്ടോ. ഇതൊരു സെക്കൻഡ് സാറ്റർഡേ ആണ്. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബഹളമായിരിക്കും. ഇത് കൊണ്ടുപോകാൻ വരുന്നവരുണ്ട്, സ്റ്റിച്ചിങ്ങിന് തരാൻ വേണ്ടി വരുന്നവരുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കൽ, ഓൾട്രേഷൻ, കംപ്ലീറ്റ് ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 3 നമുക്ക് ഒരേപോലെ കഴിഞ്ഞ് കിടക്കുന്നതാട്ടോ. സാറ്റൻ മെറ്റീരിയലാണ്, ഷോളിലും ഒക്കെ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഈ പരാഗിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ബ്ലൗസ് പീസിന് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഷോളും കൂടി കിട്ടും. ഇതിപ്പോൾ ഷോളാണ്, ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ദേ കിടക്കുന്നത്, കണ്ടില്ലേ. ഇതേപോലെ വേറെ കുറേ കളേഴ്സിലൊക്കെ അവൈലബിൾ ആട്ടോ. ഇതുപോലെയൊക്കെ വേണ്ടവർ പരാഗിൽ എല്ലാ കടയിലും കയറി ഇറങ്ങി നോക്കി മേടിക്കേണ്ടി വരും. കാരണം ഒരു സ്ഥലത്തുള്ളത് മറ്റേ സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. രാത്രിയായിട്ടും കസ്റ്റമർ ഉണ്ട്. അപ്പോൾ വിശക്കുന്ന എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തയോ എന്ന് പറഞ്ഞിട്ട് നാൻസി എന്നെ താഴത്തോട്ട് വിട്ടായിരുന്നു. എന്നാൽ പിന്നെ നമ്മുടെ ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. ഭയങ്കര സൂപ്പറാണ്. മാഗിയാണ് സംഭവം, പക്ഷേ മാഗിയുടെ ടേസ്റ്റ് അല്ല, കംപ്ലീറ്റ് ഒരു വേറെ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് വരും കേട്ടോ ഇതിന്. പ്രത്യേകത എന്നാൽ കുറച്ച് പഞ്ചസാര, കുറച്ച് മുളക് പൊടി, കുറച്ച് അറിയാനോ, പിന്നെ നമ്മൾ മാഗി വെന്ത ശേഷം മാത്രമായിരിക്കും മസാല ചേർക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ഈ പാത്രം നല്ല അടിപൊളി സ്റ്റീലിൻ്റെ പാത്രമാണ്. ഇതിൻ്റെ ലിങ്ക് ടൈ ചെയ്ത് കൊടുത്തേക്കാം. പക്ഷേ ലിങ്കിൽ ചിലപ്പോൾ വില കൂടുതലായിരിക്കും. നിങ്ങൾ കയറിയിട്ട് ഒരു 900, 800, 700 റേഞ്ചിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നോക്കി വാങ്ങിക്കോട്ടോ. സൂപ്പർ കോംബോ ആയിട്ട് അവൈലബിൾ ആണ്. നല്ല സൂപ്പർ വെയിറ്റ് ഉള്ള പാത്രമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് വന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് കുറേയൊന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ളതെല്ലാം സൈസ് അനുസരിച്ച് മാറ്റി ഇട്ടേക്കാണ്. ഇതെല്ലാം പാക്ക് ചെയ്യണം. അതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ മാർഗൻ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോ പടം ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടിട്ട് കിടന്നുറങ്ങി.